ഹലോ. കൊതുക് നമ്മുടെ പരിസരത്ത് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ 2 മെത്തേഡ്സാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. കൊതുകിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മണമാണ് കാപ്പിപ്പൊടിയുടെ മണം. അതായത് കാപ്പിപ്പൊടിയുടെ മണം ഭയങ്കര ഇൻറ്റൻസാണ്. കാപ്പിപ്പൊടി ഈ കൊതുക് മാത്രമല്ല, നമ്മുടെ മറ്റ് ഈ ബഗ്സ്, ചെറിയ പറന്ന് വരുന്ന ജീവികൾ വരാതിരിക്കാൻ ഒത്തിരി എഫക്റ്റീവാണിത് കേട്ടോ. ഇപ്പോൾ ഈ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൂവോ അങ്ങനെയുള്ള പൊടിയല്ല എടുക്കേണ്ടത്. നമ്മൾ നാട്ടിൽ പൊടിച്ച് കിട്ടുന്ന നാടൻ കാപ്പിപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഫിൽറ്റർ കോഫിയുടെ പൊടിയുണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു ഗ്ലാസ് ബൗളിലേക്ക് കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിനുള്ളിലേക്ക് നമുക്ക് ഇതുപോലെ മൊസ്കിറ്റോ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ഇത് ഇറക്കി വെക്കുക. ഇതല്ല എങ്കിൽ നിങ്ങളൊരു ചെറിയൊരു മെഴുകുതിരി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാപ്പിപ്പൊടി നമ്മൾ കരിക്കാൻ പോവുകയാണ്, ഒന്ന് ബേൺ ചെയ്യാൻ പോവുകയാണ്. കാപ്പിപ്പൊടിയുടെ മണം ഇങ്ങനെ റോ ആയിട്ടിരിക്കുന്നതിലും അതിനെ ഒന്നുകൂടി ഇൻറ്റൻസ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതിനെ ബേൺ ചെയ്യുമ്പം അതിൻ്റെ മണം ഒന്നുകൂടി സ്ട്രോങ് ആവും. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് 3-4 ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുക. ഇത് കൂടെ ആകുമ്പോൾ ഈ മണം ഒത്തിരി സ്ട്രോങ് ആവും കേട്ടോ. ഇതിൻ്റെ മണം കാരണം ഈ കൊതുക് നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല. വീടിനുള്ളിലല്ല, എവിടെ വേണമെങ്കിലും ഇത് വെക്കാം. ഇതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കരിഞ്ഞ ഒരു മണമുണ്ടല്ലോ. അപ്പം ഇത് ഒത്തിരി എഫക്റ്റീവാണ്. ഇപ്പം പൊതുവേ മോസ്കിറ്റോ പരത്തുന്ന ഡെങ്കു ഫീവർ പോലെയുള്ളത് ഒരുപാട് കോമൺ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി എഫക്റ്റീവായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ നാരങ്ങ കൊണ്ടുള്ള ഈ ടെക്നിക്ക്. അതായത് നാരങ്ങ വേണം നമുക്കിതിന്, അതുപോലെ ഗ്രാമ്പൂ വേണം. ഗ്രാമ്പൂവിൻ്റെ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ, ക്ലോവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാലിലോ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലോ ഒക്കെ തേച്ചിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ മോസ്കിറ്റോ കടിക്കാതിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ക്ലോവ് ഓയിലിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് നമുക്ക് ദേഹത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ, കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന കാലിലോ കയ്യിലോ മാത്രം കുറച്ചൊന്ന് തടവിയാൽ മതിയാവും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 നാരങ്ങ എടുക്കുക, അതിലേക്ക് ഇതുപോലെ ഗ്രാമ്പൂ നമ്മൾ കുത്തി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ വെക്കാം കേട്ടോ. ഇങ്ങനെ റൗണ്ടായിട്ട് വെക്കണമെന്നോ മുഴുവൻ അങ്ങ് കുത്തി വെക്കണമെന്നോ ഇല്ല. 3-4 ഗ്രാമ്പൂ ഒക്കെ കുത്തി വെച്ചാൽ മതിയാകും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഈ ഗ്രാമ്പൂവിൻ്റെ മണവും നാരങ്ങയുടെ മണവും ഉണ്ടെങ്കിലും കൊതുക് വരത്തില്ല. ഇതും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റ് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഇതില്ലെങ്കിൽ നമ്മുടെ ഈ ആപ്പിൾ സിഡർ വിനെഗറോ ഏത് വിനെഗറാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വിനെഗറിൻ്റെ സ്മെല്ലിനും നമ്മുടെ കൊതുക് അടുത്ത് വരത്തില്ല. ഇതും എഫക്റ്റീവാണ്. ഇപ്പം ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത് വിനെഗറല്ല, അതിന് പകരമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടാണ്. അതായത് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരടപ്പ് ഫാബ്രിക് കണ്ടീഷണർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല മണമാണ് കേട്ടോ. ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുറിയാണെങ്കിലും നമുക്ക് എവിടെയാണ് വെക്കാനുള്ള, കിച്ചണിലാണോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ എവിടെ വേണേലും വെച്ചാൽ മതി, കൊതുക് വരാതിരിക്കും. Okay, bye-bye. See you in next video.